അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ഖുർആനിന്റെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ഇവിടെ ഖുർആൻ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഒരു പെൺകുട്ടി ജനിക്കുക എന്നത് സന്തോഷ വാർത്തയാണ്, അപമാനത്തിന്റെ വാർത്തയല്ല, മോശമായ ഒരു വാർത്തയല്ല. അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, അഹദുഹും ബിൽ ഉൻസ, ഒരു പെൺകുട്ടിയുടെ ജനനം കൊണ്ട് അവരിൽ ഒരാൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ പ്രതികരണം എന്താണ്? അവന്റെ മുഖമത കറുക്കുകയാണ്, അവന്റെ മുഖമത വാടുകയാണ്, അവൻ കോപാകുലനാവുകയാണ്, കോപാന്ധനാവുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജനനത്തെ കുറിച്ച് മക്കയിലെ ആളുകൾക്ക് അറിയിച്ചു കൊടുത്താൽ, എന്നിട്ട് അല്ലാഹു അതിനെ വിമർശിക്കുകയാണ്. അത് കാരണമുള്ള ദുരഭിമാനത്താൽ, അത് കാരണമുള്ള അപമാനത്താൽ അവനതാ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ആലോചിക്കുകയാണ്, അയുംസികു അലാ ഹൂൻ അം യദ്സുഹു ഫിത്തുറാബ്. ഈ അപമാനം മുഴുവനും സഹിച്ചിട്ട് ഈ പെൺകുട്ടിയെ കൂടെ നിർത്തണോ? ഈ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കണോ? ഈ പെൺകുട്ടിയെ പോറ്റി വളർത്തണോ? അം യദ്സുഹു ഫിത്തുറാബ്, അല്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടണോ എന്ന് അവനിങ്ങനെ ആലോചിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവൻ ആലോചിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു ആയത്തിന്റെ അവസാനം, അലാ അവരുടെ വിധി എത്രമാത്രം ചീത്തയാണ്, അവരുടെ വിധി എത്രമാത്രം നിന്ദ്യമാണ്, നീചമാണ്, നികൃഷ്ടമാണ്, മോശമായതാണെന്ന് അല്ലാഹു അതിനെ വിമർശിക്കുകയാണ്, നിശ്ചിതമായി വിമർശിക്കുകയാണ്. സൂറത്തു തക്വീറിന്റെ 8-ാമത്തെയും 9-ാമത്തെയും ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, വഇദൽ മൗഊദതു സുഇലത് ബിഐദൻ നിരപരാധിയായ രീതിയിൽ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് നാളെ ചോദിക്കപ്പെടുകയാണ്, മോളെ ഏത് തെറ്റിന് വേണ്ടിയാണ് നീ കുഴിച്ചു മൂടപ്പെട്ടത്? ഏത് തെറ്റിന് വേണ്ടിയാണ് നിന്റെ ജീവൻ അപഹരിക്കപ്പെട്ടത് എന്ന ചോദ്യമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പെണ്ണിന് ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. പെണ്ണിന് അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലൂടെ ഫാത്തിമത്തു ഖിതാഅത്തു ഖൽബി, എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ എന്ന പ്രഖ്യാപനത്തിലൂടെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പെണ്ണിന്റെ ജീവനുള്ള അവകാശം നേടിയെടുത്തു കൊടുത്തത് പരിശുദ്ധ ഇസ്ലാമാണ്. ഒന്നാമതായുള്ള അവകാശം അതാണ്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, പെണ്ണ് പുരുഷനെ പോലെ തന്നെ പൂർണ്ണമായ ഒരു അസ്തിത്വമുള്ളവളാണെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ആണും പെണ്ണും ഉണ്ടായത് ഒരേ സ്രോതസ്സിൽ നിന്നാണ്, ഒരേ കേന്ദ്രത്തിൽ നിന്നാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇന്റെ 1-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ പടച്ചത്. മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന്, ഒരൊറ്റ ശരീരത്തിൽ നിന്ന്. വഖലഖ മിൻഹാ സൗജഹാ, എന്നിട്ട് ആ ശരീരത്തിൽ നിന്ന് തന്നെ, ആ ആത്മാവിൽ നിന്ന് തന്നെ തത്തുല്യമായ അതിലൊരു ഇണയെയും സൃഷ്ടിച്ചത് അല്ലാഹു തന്നെയാണ്. വബദ്ദ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, എന്നിട്ട് ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സ്ത്രീകളാകുന്ന പുരുഷന്മാരാകുന്ന 8 ബില്യണിലധികം വരുന്ന മനുഷ്യ സഞ്ചയത്തെ മുഴുവൻ വ്യാപിപ്പിച്ചത് അല്ലാഹു തന്നെയാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. ആണും പെണ്ണും ഉണ്ടായത് ഒരേ സ്രോതസ്സിൽ നിന്നാണ്. ആണിൽ നിന്ന് തന്നെയാണ് പെണ്ണുണ്ടായത്. അവർ തമ്മിൽ വ്യത്യാസമില്ല, അവരുടെ അസ്തിത്വം ഒരുപോലെയാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, അല്ലയോ ജനങ്ങളെ, നിങ്ങളെ മുഴുവനും ഞാൻ പടച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ആണിന്റെ കഴിവ് കൊണ്ട് മാത്രമല്ല മനുഷ്യകുലം നിലനിൽക്കുന്നത്, പെണ്ണിന്റെ ഉത്തരവാദിത്തമാണ് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായത്. ഖുർആൻ പ്രഖ്യാപിക്കുന്നത് അതാണ്, ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഈ മനുഷ്യകുലത്തിന്റെ വ്യാപനം ഉണ്ടായിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നൽകുന്ന സ്ത്രീയുടെ 2-ാമത്തെ അവകാശമോൾ പൂർണ്ണമായ അസ്തിത്വമുള്ളവളാണ്, ആണിനോളം തന്നെ അസ്തിത്വമുള്ളവളാണ്. 3-ാമത്തെ അവകാശം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ?
പ്രിയപ്പെട്ടവരെ, ആത്മീയമായ ഔന്നത്യമാണ്, ആത്മീയമായ ഔന്നത്യമാണ്. മറ്റെല്ലാ മതഗ്രന്ഥങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെയെല്ലാം പെണ്ണെന്ന് പറയുന്നത് രണ്ടാം കിട മാത്രമാണ്. പെണ്ണെന്ന് പറയുന്നത് ആണിന്റെ കീഴിലുള്ള ആത്മീയമായ ഔന്നത്യമില്ലാത്ത, ആണ് മരിച്ചാൽ അവന്റെ ചിതയിൽ ചാടാൻ അർഹതപ്പെട്ട, സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത, ഔന്നത്യമില്ലാത്ത കേവലം ഒരു ചരക്ക് മാത്രമായി പെണ്ണിനെ പരിചയപ്പെടുത്തുമ്പോ പരിശുദ്ധ ഖുർആൻ പെണ്ണിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സൂറത്തുൻ നിസാഇന്റെ 124-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വമൻ യഅമൽ മിനസ് സ്വാലിഹാതി മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറാ. ആര് സൽക്കർമ്മം പ്രവർത്തിച്ചുവോ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അവൻ വിശ്വാസിയായിക്കൊണ്ട് വിശ്വാസിനിയായിക്കൊണ്ട് ആര് സൽക്കർമ്മം പ്രവർത്തിച്ചുവോ, ഒരു വിവേചനവുമില്ലാതെ, ഒരു വകഭേദവുമില്ലാതെ അവർ ഒരുപോലെ സ്വർഗത്തിൽ കിടക്കുന്നതാണ്. ഒരു അണുകിട പോലും അവരോട് വ്യത്യാസം കാണിക്കപ്പെടുകയില്ല, അക്രമം കാണിക്കപ്പെടുകയില്ല. പെണ്ണിന് ആണിന് സമാനമായ, ഒരുപക്ഷെ ആണിനേക്കാൾ കൂടുതൽ ആത്മീയമായ ഔന്നത്യം പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുനിയാവ് മുഴുവൻ ഒരു വിഭവമാണ്. ആ ദുനിയാവിലുള്ള ആണാകട്ടെ പെണ്ണാകട്ടെ സമ്പത്താകട്ടെ സൗകര്യമാകട്ടെ വാഹനങ്ങളാകട്ടെ എന്താകട്ടെ, ദുനിയാവ് മുഴുവനും ഒരു വിഭവമാണ്. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്താണെന്നറിയോ? ഏറ്റവും നല്ല സംഭവം എന്താണത്? അൽ മർഅത്തു സ്വാലിഹ, സച്ചരിതയായ ഒരു പെണ്ണാണ്, സദ്വൃത്തയായ ഒരു പെണ്ണാണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനാ പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മൻ അഹദ്ദു ബിഹുസ്നി സഹാബതി, എന്റെ ഏറ്റവും നല്ല സഹവാസത്തിന് അർഹരായവർ ആരാണ് നബിയെ? ഞാൻ ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ചോദിക്കുന്നു, സുമ്മ മൻ യാ റസൂലല്ലാഹ്, വീണ്ടും മറുപടി പറയുന്നു ഉമ്മുക. വീണ്ടും ചോദിക്കുന്നു, സുമ്മ മൻ യാ റസൂലല്ലാഹ്, വീണ്ടും മറുപടി പറയുകയാണ് ഉമ്മുക. നാലാമതും ചോദിക്കുന്നു, സുമ്മ മൻ യാ റസൂലല്ലാഹ്. അപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, സുമ്മ അബൂക, നിന്റെ വാപ്പയാണ്. 3 തവണ ഉമ്മയെ എടുത്തു പറഞ്ഞതിന് ശേഷം മാത്രമാണ് നാലാമതായി ബാപ്പാന്റെ പേര് പറഞ്ഞതെങ്കിൽ, ഒരു ഉമ്മയുടെ മാതൃത്വത്തിന്റെ മഹനീയതക്ക്, സ്ത്രീക്ക് മാത്രം അവകാശപ്പെട്ട മാതൃത്വത്തിന്റെ മഹനീയതക്ക് പരിശുദ്ധ ഇസ്ലാം ആത്മീയമായി എത്രമാത്രം ഔന്നത്യം നൽകിയെന്ന് നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ? മാത്രമല്ല, കുട്ടികൾ ഉണ്ടാകുന്ന വിഷയത്തിലായാലും ആൺകുട്ടി ജനിക്കുന്നത് കൊണ്ട് പ്രത്യേകമായ ഒരു പ്രതിഫലവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആൺകുട്ടിയുടെ ജനനം കൊണ്ട് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം പ്രത്യേകമായുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അതാ പ്രിയപ്പെട്ടവരെ, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മൻ കാന ലഹു സലാസു ബനാത്, ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടായിരിക്കുകയും ഫസ്വബറ അലൈഹിം, അവരുടെ കാര്യത്തിൽ സഹിക്കുകയും സഹനം പാലിക്കുകയും, വഅത്അമഹും, അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകുകയും, വസഖാഹും, അവർക്ക് നല്ല രീതിയിലുള്ള പാനീയങ്ങൾ നൽകുകയും, നല്ല രീതിയിൽ അവരെ വളർത്തുകയും, എന്നിട്ട് നല്ല രീതിയിൽ അവരെ വിവാഹം ചെയ്യിപ്പിക്കുകയും ചെയ്താൽ, കാന ലഹു ഹിജാബൻ മിനൻ നാർ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ 3 പെൺമക്കൾ അയാൾക്ക് നരകത്തിൽ നിന്നുള്ളൊരു മറയാണ്. സുബ്ഹാനല്ലാഹ്. 3 പെൺകുട്ടികളെ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാ അവകാശങ്ങളും നൽകി നല്ല രീതിയിൽ അവർ വിവാഹം കഴിച്ചഴിച്ചാൽ ഈ 3 പെൺകുട്ടികളും അയാൾക്ക് നരകത്തിൽ നിന്നുള്ള മറയാണ്, അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്, സ്ത്രീകളുടെ വിഷയത്തിൽ മാത്രമാണ്, പെൺകുട്ടികളുടെ വിഷയത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മീയമായ ഔന്നത്യം സ്ത്രീക്കാണ് ഇസ്ലാം കൂടുതൽ നൽകുന്നത്. സ്ത്രീക്ക് ഒരു പടി മുന്നോട്ട് നൽകി ഇസ്ലാം. എന്നിട്ടാണ് പറയുന്നത് ഇസ്ലാം സ്ത്രീയെ ഇകഴ്ത്തി കാണിക്കുന്നുവെന്ന്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, 4-മതായി ഇസ്ലാം നൽകുന്ന സ്ത്രീക്കുള്ള പ്രത്യേകത എന്താണ്? അവളൊരു ചരക്കല്ല, അവളൊരു ചരക്കല്ല, അനന്തരം എടുക്കപ്പെടാൻ പറ്റുന്ന ഒരു ചരക്കല്ല അവളെന്ന് പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അവൾ പൂർണ്ണ അസ്തിത്വമുള്ളവനാ, അവൾ ഉള്ളവളാണ്. അള്ളാഹുവിന്റെ പരിപൂർണയായ ഒരു
ശരിയാണെന്ന് പരിശുദ്ധ ഇസ്ലാം ശക്തമായി ഉദ്ഘോഷിക്കുന്നു. ആരോടാണ് ഇത് പറയുന്നത്? ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ, ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ ഉപ്പയുടെ സമ്പത്ത് മാത്രമല്ല, ആ ബാപ്പാന്റെ ഭാര്യമാരെ പോലും, സ്വന്തം ഉമ്മയില്ലാത്ത ആ ബാപ്പാന്റെ ഭാര്യമാരെ പോലും അനന്തരമെടുത്തിരുന്ന കാബാലികരോടാണ് ഖുർആൻ പറയുന്നത്. ആ പ്രാചീനവും പ്രാകൃതവുമായ നിയമം നിലനിന്നിരുന്ന ആളുകളോടാണ് ഖുർആൻ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് എന്താണ്? അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ യഹില്ലു ലക്കും അൻ തരിതുൻ നിസാ കർഹാ, വെറുക്കപ്പെട്ട രീതിയിൽ സ്ത്രീകളെ അനന്തരമെടുക്കാൻ നിങ്ങൾക്ക് പാടുള്ളതല്ല. സ്ത്രീ എന്ന് പറയുന്നത് അനന്തരമെടുക്കപ്പെടാൻ മാത്രമുള്ള ഒരു അനന്തരമെടുക്കപ്പെടാനുള്ള ഒരു സ്വത്തല്ല. വലാ തൻകിഹൂ മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ ഇന്നഹു കാന ഫാഹിശതൻ വമഖതൻ വസാഅ സബീലാ. നിങ്ങളുടെ പിതാക്കൾ മൺമറഞ്ഞതിനു ശേഷം അവരുടെ ഭാര്യമാരെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക, അവരുടെ സ്ത്രീകളെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക. കാരണം എന്താണ്? ഇന്നഹു കാന ഫാഹിശതൻ വമഖതൻ വസാഅ സബീലാ. അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്നതും നിന്ദ്യമായ നീചമായ കൃത്യവുമാകുന്നു, ഏറ്റവും മോശപ്പെട്ട വഴിയുമാകുന്നു. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ എന്തൊക്കെ അവകാശങ്ങൾ ആവശ്യമാണോ, അവളുടെ അന്തസ്സാർന്ന ജീവിതത്തിന് എന്തൊക്കെ സൗകര്യങ്ങൾ ആവശ്യമാണോ, ആ സൗകര്യങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ പെണ്ണിന് നൽകി എന്നുള്ളതാണ്. പരിശുദ്ധ ഹദീസ് പെണ്ണിന് നൽകി എന്നുള്ളതാണ്. ഇസ്ലാം പെണ്ണിന് നൽകി എന്നുള്ളതാണ്. അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള സാഹചര്യം പെണ്ണിന് ഇസ്ലാം ഉണ്ടാക്കി കൊടുത്തു. ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് വരെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. എന്തിനാണ്? സ്ത്രീക്ക് അത്രയും സ്ഥാനമുണ്ട്. മാതൃത്വത്തിനായാലും പെൺമക്കൾക്കായാലും സഹോദരിമാർക്കായാലും അത്രയും പ്രാധാന്യവും പരിശുദ്ധിയും ഉണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് ഈ അനന്തരാവകാശത്തിന്റെ ഒരു വിഷയം എടുത്തിട്ടാണ് ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താനും ഇസ്ലാമിനെ താറടിക്കാനും അതിന്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് സ്വന്തം ജീവിതത്തിൽ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.